റോജായ പുനഃസംഘടന എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇപ്പൊ ബലേഗാവിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെ പ്രധാന അജണ്ട തന്നെ പുനഃസംഘടനയാണ്. അതിലൂടെ പ്രശ്നപരിഹാരം ആവോ? കേരളത്തിലെ കോൺഗ്രസിനകത്ത് 32 കൊല്ലം മുമ്പ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 1992 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിൽ തന്നെ ആ സമയത്താണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പായിട്ട് നടന്നത്. ബാക്കി പിന്നെ എല്ലാം നോമിനേഷൻസാണ്. ഇപ്പോൾ പോലും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതല്ല, ഈ പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും ഇന്ന് വരെ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെയും പ്രധാന അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പല്ല, നോമിനേഷനാണ്. നേതാക്കന്മാരുടെ വെട്ടി പിടിക്കുന്നവരും നേതാക്കന്മാരോട് അടുത്ത് നിൽക്കുന്നവർക്കും അതാണ് സൗകര്യപ്രദം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ AICC സെക്രട്ടറി തിരുവനന്തപുരം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞത് ഈ വരുന്ന 2025 സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പുനഃസംഘടനകൾ പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാന കാര്യം, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ബീഹാർ, കേരളം, ബംഗാൾ, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ അടുത്ത വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. 2026 ആദ്യം നടക്കാനിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ ഈ പുതിയ ഒരു സംഘടനാ സംവിധാനം ഇല്ലാതെ ഇവർ ഏത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ആലോചിക്കാൻ പോകുന്നത്? ഗാന്ധിജി 100 വർഷം മുമ്പ് 1924 ബൽഗാവിൽ കൂടിയ കോൺഗ്രസ് AICC സമ്മേളന അധ്യക്ഷനായിരുന്നതിൻ്റെ 100ാം വാർഷികമാണ് ഇന്നും നാളെയുമായിട്ട് AICC ആചരിക്കാൻ പോകുന്നത്. അവിടെ പോലും പ്രധാന ചർച്ചാ വിഷയം പുനഃസംഘടനയാണെന്ന് പറയുന്നു. പക്ഷേ ഈ പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ഈ സംഘടനാ നേതൃത്വം ആലോചിക്കാത്ത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കൃത്യമായ 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരിക എന്നുള്ളതിന് പകരം ഇങ്ങനെ അവിടുന്ന് ഇവിടെ പൊട്ടും പൊടിയുമായിട്ട് കുറേ പേരെ തിരഞ്ഞെടുത്ത് വെച്ചിട്ട് ഈ സംഘടനയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പലതിനെയാണ് തിരഞ്ഞെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്? കേരളം പോലൊരു സ്ഥലത്ത് അത്യാവശ്യം സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർ വലിയ അഭിമാനത്തോട് പറയുന്ന ഈ സ്ഥലത്ത് പോലും ഒരു കൃത്യമായ സംഘടനാ സംവിധാനം ഒന്നുമില്ല. കുറേ നാൾ മുമ്പ് കുറേ പേരെ എടുത്തു വെച്ചു. അവർക്കൊന്നും പലരും പോലും ഈ സംഘടനയിൽ ആക്റ്റീവ് പോലും അല്ലാത്തവരെയാണ് DCC തലത്തിലും KPCC തലത്തിലും ഒക്കെ വെച്ചിരിക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ പോലും ആരോഗ്യമുള്ളവർ പോലും പലരും ഇല്ല അതിനകത്ത്. അവരൊക്കെ തന്നെ KPCC ഭാരവാഹികൾ, വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. DCCയിലൊക്കെ തന്നെ അതുപോലെ തന്നെയാണ്. പരസഹായത്തോടുകൂടി നടക്കുന്നവർ വരെ ഇവിടെ തിരുവനന്തപുരത്ത് KPCC നേതൃത്വത്തിനകത്തുണ്ട്. അതിന് പകരം പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ പുതിയ കൊള്ളാവുന്നവരെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അജണ്ട മാറ്റി ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പുനഃസംഘടന നടക്കുമായിരിക്കാം. കുറേ പേരെ പാർട്ടി നേതൃത്വത്തിന് താല്പര്യമുള്ള കുറേ പേരെ കൊണ്ടുവച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത്. തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു പാർട്ടി സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. കാരണം ഈ പാർട്ടിക്ക് അത് ഇപ്പോഴും കുറേ അമ്മാവൻ കോംപ്ലക്സ് ഉള്ള, ഒരു തരത്തിലും ഈ സംഘടനാ നേതൃത്വത്തിൽ ഒഴിഞ്ഞു പോകാത്ത കുറേ ഗ്രൂപ്പ് മാനേജർമാർ അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ പെരുന്നച്ചൻ കോംപ്ലക്സ് ഉള്ള കുറേ പേരാണ് ഇതിനകത്തിരിക്കുന്നത്. ചെറുപ്പക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പം എല്ലാവരും സ്ഥിരമായി പറയുന്നുണ്ട് അവർക്ക് പലർക്കും പാകത വന്നിട്ടില്ല, പക്വത വന്നിട്ടില്ല. ഇവരൊക്കെ തന്നെ ഇതേ പോസ്റ്റുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെയൊക്കെ പ്രായത്തിൽ ഇരുന്നവരാണ് ഈ ഡയലോഗ് ഇപ്പോൾ അടിക്കുന്നത്. സംഘടന നന്നായില്ലെങ്കിൽ വീണ്ടും കഴിഞ്ഞ 2 പ്രാവശ്യം പുറത്തിരുന്ന പോലെ തന്നെ വീണ്ടും പുറത്തിരിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതിൻ്റെ വെടിപൊട്ടിക്കലാണ് ഈ നടക്കുന്നത് മുഴുവൻ. ഇവർക്കാർക്കും ഈ സംഘടന നന്നാക്കിയെടുത്ത് ഭരണത്തിലേക്ക് വരിക എന്നുള്ളതല്ലല്ലോ ഇവരുടെ പലരുടെ കിട്ടുന്ന സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിട്ട് പാർട്ടിക്കകത്ത് ഇതുപോലെ കലാപം ഉണ്ടാക്കുക. ഇവരുടെ എല്ലാവരെയും ഒരു സംഘം കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KPCC ഓഫീസിന് നേരെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ നേതൃത്വത്തെ ചീത്ത വിളിക്കുക. എന്നിട്ട് അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഘം കോൺഗ്രസ്സുകാരന്മാരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. ഇവന്മാരെ മൊത്തത്തിൽ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാത്തോളം കാലം ഈ പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയങ്ങൾക്ക് തൊട്ട് പിന്നാലെ എല്ലാ കോൺഗ്രസ് പാടെ വീമ്പാറ്റ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല എന്നാണ്. ഗ്രൂപ്പില്ല കോൺഗ്രസ് ആണ്. പക്ഷെ കാര്യത്തോടടുത്തപ്പോഴേക്കും ഗ്രൂപ്പായി, ചർച്ചയായി, പരസ്പരം ആരോപണങ്ങളായി. ഇതെല്ലാം പഴയ തലത്തിലേക്ക് തന്നെയാണ്. ശ്രീത, ഈ പാർട്ടിക്കകത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത്തിൽ കണ്ണികളായിട്ട് നിൽക്കുന്ന ഇതേപോലെ കുറേ അമ്മാവന്മാർ ഈ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. ഇവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് പറഞ്ഞാൽ, അല്ലാതെ പാർട്ടി പ്രവർത്തനമല്ല. അതായത് ഒരു സംഘടനയെ ചലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടി പ്രവർത്തനവും നമ്മൾ ഈ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഈ അമ്മാവന്മാരെ നോക്കിയാൽ അറിയാം. ഇവരാരും ഈ സംഘടനാ തലത്തിലല്ല. ഇവർ നേതൃത്വത്തിനെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുക, പാർട്ടിയുടെ പൊതു നയത്തിനെതിരായിട്ട് സംസാരിക്കുക, എന്നിട്ട് അതിനകത്ത് ആവേശം കൊള്ളുക. അതാണ് പാർട്ടി പ്രവർത്തനം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥിരം ചില കുറ്റികളുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് സംഘടനാ തലത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഇവരാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരിപ്പോഴും അവരുടെ സ്വന്തം കാര്യം നേടി കഴിയുമ്പോഴാണ്
ഇവരെല്ലാം വീണ്ടും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന വരെ മിണ്ടാതിരുന്ന ഒരാളാണ് എം കെ രാഘവൻ. എം കെ രാഘവൻ ഈ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. എം കെ രാഘവൻ എം പി, കോഴിക്കോട് നിന്നുള്ള എം പിയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ട് മാത്രം സംഘടനയ്ക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം ഇതുവരെ എവിടെയായിരുന്നു? ഇവരെ പോലുള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത് നടത്തേണ്ടത്. ഇവരെന്ത് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടാണ്? കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ബാക്കിയുള്ളവർ വിമർശനവുമായിട്ട് രംഗത്തിറങ്ങിയ. നിങ്ങളുടെ സംഘടനയെ നന്നാക്കി കൊണ്ടുപോകുക എന്നുള്ള ദൗത്യം, ഐക്യത്തോടുകൂടി ഈ സംഘടനയെ ചലിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിനപ്പുറത്തായിട്ട് ഇവരുടെ സ്വന്തം കാര്യത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. CPM നേതാവിന് നിയമനം കൊടുത്ത ആളായി പറയുന്നത്. അത് തന്നെ, അവസരം കിട്ടിക്കഴിയുമ്പോൾ അത്തരത്തിലുള്ള പാർട്ടിയെയോ സംഘടനയെക്കുറിച്ച് ആലോചിക്കാതെ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെ കൂടെ കൂട്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള പണികൾ നടത്തുന്ന ആൾക്കാരാണ് ഈ സംഘടനയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഈ ചെറുപ്പക്കാരുടെ വലിയൊരു മുന്നേറ്റം ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടായി വരുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കുക. ഈ ആൽമരം പോലെ കുറേ പേര് നിൽപ്പുണ്ട്. അപ്പം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അമ്മാവന്മാർക്ക് പിന്നെ ഈ പാർട്ടിക്കകത്ത് സ്ഥാനം ഉണ്ടാവത്തില്ല. അപ്പം അതാണ് ഈ അമ്മാവൻ കോംപ്ലക്സാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ചെറുപ്പക്കാരെ മുന്നോട്ട് വരണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ വളർച്ച ഇല്ലാതാക്കാനുള്ള ഓപ്പറേഷൻസുമാണ് ഈ കക്ഷികൾ നടത്തുന്നത്. അതിൻ്റെയൊക്കെ തുടക്കമാണ് ഈ കാണുന്നത്. സംസാരിച്ചവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. സംഘടനയ്ക്കകത്ത് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാറിക്കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പ്രവണതയില്ല. ഇതിപ്പോൾ നേരത്തെ റോയ്ച്ചായം പറഞ്ഞ പോലെ ഈ സമുദായ സംഘടനകളുടെ കാര്യം പറയുമ്പോഴേ പല സമുദായ നേതാക്കളും അഭിപ്രായം പറയുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമാണ്. അതും നേതാക്കളെ വളരെ മോശം ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇത്തരം ഒരു നിലപാട് CPM-ലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെയാണെങ്കിൽ സംഘടിതമായി അവർ തിരിച്ചാക്രമിച്ചാണ്. കോൺഗ്രസിൽ ഇപ്പോഴും മൗനമാണ് ഇതിനുള്ള മറുപടി. സ്വന്തം സംഘടനയെക്കുറിച്ച് ആത്മാഭിമാനമോ ഒരു മാനബോധമോ അഭിമാനബോധമോ ഇല്ലാത്തവരായതുകൊണ്ടാണ് ഈ സമുദായ നേതാക്കന്മാർ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ദേഹത്ത് കയറി നിരങ്ങുന്നത്. ഒന്നാലോചിച്ച് സതീശനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വളരെ പരുഷമായ ഭാഷയിൽ ആക്രമിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്നോ അദ്ദേഹം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തലയിടണ്ടെന്നോ പറയാൻ ആർജവമുള്ള നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനെ പോലും നമ്മളിവിടെ കണ്ടില്ല. കാരണം ഇതാണ് ഇവർ തരാതരം പോലും. കാരണം വെള്ളാപ്പള്ളിയെ വിമർശിച്ചാൽ എൻ്റെ സാധ്യതകൾ മങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ള ഭയമാണ്. ഇനിയിപ്പോൾ നോക്കിയോ, തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ കുറേ ബിഷപ്പുമാർ വരും, മറ്റ് സമുദായ നേതാക്കന്മാർ ഇതേപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയും. ഇവരാരും വോട്ടും ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായ സംഭവം. ഇവർക്കെല്ലാം സ്ഥാനാർത്ഥികളെ അവരുടെ വേണ്ടപ്പെട്ടവരെ അടുക്കള വാതിക്കൽ കാവൽ നിൽക്കുന്നവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണം. അന്നേരം ജാതി പറയും, മതം പറയും, സഭ പറയും, എല്ലാം പറയും. പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്കാർക്കും താല്പര്യമില്ല. ഇവരുടെ ശിങ്കിടികളെ ഒരു സംഘടനയ്ക്കകത്ത് എങ്ങനെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവെക്കുന്നത്? കോൺഗ്രസ് മതേതര സംഘടനയായിട്ട് പ്രവർത്തിച്ചാൽ പോരെ? നിങ്ങളെന്തിനാണ് ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരക്കാൻ പോകുന്നത്? സതീശൻ അത് പറഞ്ഞുകൊണ്ടാണല്ലോ പല സമുദായ നേതാക്കന്മാരും സതീശനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അത് പറയാനോ അത് നടപ്പിലാക്കാനോ ഉള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ആരാകണം, നേതാവാകണം, ആര് മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ സമുദായ നേതാക്കന്മാരാണോ തീരുമാനിക്കുന്നത്? അതങ്ങ് കൈവച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ കാര്യത്തിനകത്ത് രാഷ്ട്രീയക്കാരെ ഇടപെടുത്തിക്കോ? ഇല്ലല്ലോ. അപ്പോൾ അത് ശരിയായ നടപടിയല്ല. അത് പറയാനുള്ള ആർജവും ഈ നേതൃത്വം കാണിക്കാത്തതുകൊണ്ടാണ് അത് പറ്റാത്തത്. അത് ശ്രീത്ത് പറഞ്ഞ പോലെ CPM-ലോ BJP പറ്റുമോ? BJPയിൽ ഇതേപോലെ അഭിപ്രായം പോയി വെള്ളാപ്പള്ളി നടേശൻ പറയുമോ? CPM പറയുമോ? ഇല്ലല്ലോ. അവർ ഓടിക്കും. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സുകാരെ നട്ടലില്ലാത്തവന്മാരും അഭിമാനബോധവും ഇല്ലാത്തവരായതുകൊണ്ടാണ് നേതൃത്വത്തിനെതിരായിട്ടും നേതാക്കൾക്കെതിരായിട്ടും ഇതേപോലെ സമുദായ നേതാക്കന്മാർ പറയുന്നത്. അതങ്ങ് കൈവച്ചാൽ മതി എന്ന് പറയണം. അത് പറയാനുള്ള നട്ടല് ഈ ഈ നേതൃത്വത്തിനോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഏത് നേതാവിൻ്റെയും മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. PT ചാക്കോ 1960 കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ആ ബിഷപ്പിൻ്റെ നാട്ടിലുള്ള ഒരു SIയെ സ്ഥലം മാറ്റണമെന്ന്. അപ്പോൾ സഭയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ് PT ചാക്കോ പറഞ്ഞു തിരുമേനിയുടെ കാര്യം നോക്കിയാൽ മതി. SIയെയും പോലീസുകാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട്. തിരുമേനിയുടെ അച്ഛന്മാരെയോ കപ്പിയാരന്മാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അപ്പോൾ അതാണ് അത്തരം നട്ടലോടുകൂടി സംസാരിക്കാൻ അറിയാവുന്ന കോൺഗ്രസ്സുകാരുണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി ഗതികേട് വരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വന്നാൽ നിങ്ങളുടെ സംഘടന രക്ഷപ്പെടും. ഇല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ നാട്ടുകാരെല്ലാം കയറി നിരങ്ങും. ആ വ്യത്യാസം മനസ്സിലാക്കാനുള്ള ആർജവും തൻ്റെ ഇടവും നട്ടലും ഒക്കെ ഉണ്ടാകുന്നവർക്കേ പറ്റുള്ളൂ.